എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. വൈവിധ്യമാർന്ന പരിപാടികളുമായി എന്നും വേറിട്ട് നൽകുന്ന സംഘടനയാണ് പ്രതിഭ സാംസ്കാരിക വേദി. ഇന്ന് പെരുന്നാൾ നിലാവ് 2024 രാവിൽ നിങ്ങൾക്കായി ധാരാളം സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ സമ്മാനം കരസ്ഥമാക്കാൻ നിങ്ങൾ ഒരു ഗെയിം ഷോയിലേക്ക് പങ്കെടുക്കേണ്ടതാണ്. അതിനായി ഏവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പെരുന്നാൾ നിലാവിന്റെ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരെയും വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് കൈനിറയ സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. മാനസിക ഉല്ലാസത്തിന്റെ പുതുവസന്തം തീർക്കുവാനുള്ള ഒരു ഫൺ ടൈമുമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ ഈ വേദിയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ജിനു, ഞാൻ ഷിജിൻ. നിങ്ങൾ ഗെയിം കളിക്കാൻ റെഡിയാണോ? ആരോ റെസ്പോൺസ് ഇല്ല, എന്താണ്? യെസ്. അപ്പോൾ നമുക്ക് ഗെയിം ഷോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി 10-ൽ കുറയാതെ ആളുകൾ ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. അതിന് പ്രായപരിധികളൊന്നുമില്ല. 10-ൽ കുറയാതെ സമയപരിധി ഉള്ളതുകൊണ്ടാണ് ഞാൻ 10 എന്ന് പറഞ്ഞ 10-ൽ കൂടുതലാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഈ വേദിയിലേക്ക് ഒരു ഹർഷാരത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരാം. നിങ്ങൾക്ക് 10-ൽ കുറയാതെ ആളുകൾക്ക് ഈ വേദിയിലേക്ക് കടന്നു വരാം. അപ്പം പങ്കെടുക്കാനുള്ള ഇവർക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്തു. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ ഗെയിം കളിക്കാൻ? ഈ ഗെയിമിന്റെ പേരാണ് മാച്ച് ദ തിങ്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടോ? പെപ്സി, 7up, മിറിണ്ട. ഇത് സെയിം താഴെ ഉണ്ടാവും. ഇത് നിങ്ങൾ സെയിം ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. പക്ഷേ ടൈമുണ്ട്, നമുക്ക് ടൈമിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. ഏറ്റവും കൂടുതൽ ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും കറക്റ്റായിട്ട് മാച്ച് ആക്കുന്നൊക്കെ സമ്മാനമുണ്ട്. ഓക്കെ, ഗെയിം കളിക്കാൻ റെഡിയല്ലേ നിങ്ങൾ? ഓക്കെ, സ്റ്റാർട്ട് ദ മ്യൂസിക്. ഓക്കെ, സ്റ്റാർട്ട് മോൻ. അവിടെ ഇവിടെ നിന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് മാച്ച്. ഞാനൊരു ഡൊമോ കാണിച്ചു തരാം. ഓക്കെ, സി, ഇത് കറക്റ്റ് ആണെങ്കിൽ അങ്കിൾ പറയും യെസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും. ഓക്കെ, എല്ലാവരും മനസ്സിലായോ? ഗെയിം മനസ്സിലായോ? ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഇവിടെ മാച്ച് ആക്കി, ഇത് സെയിം സാധനം താഴെയുണ്ട്. ഇത് മാച്ച് ആയാൽ നിങ്ങൾ വിജയിച്ചു. ഓക്കെ, ആർ യു ഓക്കെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. നോ, ഗോ. ഓക്കെ, ചേഞ്ച്. നോ, റെസ്പോണ്ട്, കം ഓൺ. No. Next one. Yes. Speed up. No. Speed up. കൊടുക്കാൻ ഒരു നിറഞ്ഞ കയ്യടി. Yes. You can stay there. Okay. Good. Next one. One other stay out. Oh. Okay, you can change now. No. No. Yes. Arun, you can stay there, okay? Come. No. No. Yes. You can stay there, no? Okay, this one. Yes. Okay. No. Yes. Yes. No. Yes. No. Speed up. Time അവസാനിക്കുമ്പോഴേക്കാണ്. സ്പീഡ് അപ്പ്. യെസ്. ഓക്കെ. യെസ്. യാ. ഓക്കെ. നോ. ഓക്കെ, ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇവര് വിജയികളാണ്. അപ്പൊ നിങ്ങൾക്ക് പോവാം. വിജയികൾ അവർ കൂടി വരും. ഇല്ല, സമ്മാനമാണ്. അപ്പൊ കണ്ടില്ലേ, പെരുന്നാൾ നിലാവ് 2024 വേദിയിൽ ഇത്രയും പേര് വിജയിച്ചിരിക്കുന്നതാണ്. ഇവർക്ക് വമ്പിച്ച സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. നോക്ക്, 1, 2, 3, 4 പേരൊന്നുമല്ല, നോക്കി ഒരുപാട് ആളുകളുണ്ട്. നോക്ക്. അപ്പൊ അടുത്ത ഗെയിമും നമ്മള് സമ്മാനദാനം സ്പോട്ടിൽ തന്നെ കൊടുക്കുകയാണ്. സമ്മാനദാനത്തിന് വേണ്ടി സമ്മാനദാനം നൽകുന്നതിനായി ഷിജു പിണറായി, സുരേഷ് അരീസ, രാഹുൽ ബലത്, ഹക്കീം ബലത്, നടേശൻ താർ എന്നിവർ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ ഹലോ കൊടുക്കാം ഒരു നിറഞ്ഞ കൈയടി. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഈ പരിപാടിയുടെ വിജയം. അപ്പം ഇനി അടുത്തൊരു നെക്സ്റ്റ് ഗെയിമായി നമുക്ക് വീണ്ടും വരാം. ഒരു സംഘടനയുടെ കരുത്ത് നല്ലൊരു നേതൃത്വമാണ്. പ്രതിസന്ധികൾ മുന്നിൽ നിന്ന് നയിക്കുവാനും നല്ല നിർദ്ദേശങ്ങൾ നൽകിയും നമ്മുടെ കൂടെയുള്ള രക്ഷാധികാരി സഖാവ് ഷാനവാസ്. അദ്ദേഹമല്ലാതെ മറ്റാരെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിക്കേണ്ടത്? നജറാനിലെ പ്രവാസി സമൂഹത്തിന് മുന്നിൽ പ്രതിഭാ സാംസ്കാരിക വേദി എന്ന സംഘടനയെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കത്തക്കവണ്ണം ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചു. ഇപ്പോൾ സംഘടനയുടെ രക്ഷാധികാരിയായും കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന സഖാവ് ഷാനവാസിന് ഈ വേദിയിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇന്നിപ്പോൾ ഈ പെരുന്നാൾ നിലവ്, പ്രതിഭാ പെരുന്നാൾ നിലവ് 2024 തുടങ്ങി എല്ലാവരും ആവശ്യത്തിലിരിക്കുകയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മളുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റും പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും 1-2 വാക്ക് കൂടുതൽ മുഷിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന പ്രതിഭാ സാംസ്കാരിക വേദി ഇവിടെ നജറാനിൽ ഉദയം കൊണ്ട് 20 വർഷം പൂർത്തിയാവുന്നു. ഒരു സംഘടനയായാലും വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ഒരു 20 വർഷം പൂർത്തിയാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ജീവിതകാലം എന്ന് വേണമെച്ചാൽ നമ്മൾക്ക് പറയാവുന്ന അത്രയും കാലം നജറാനിലെ പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിന്ന് പ്രതിഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും നമ്മൾ നന്ദി പറയേണ്ടത് പ്രതിഭയുടെ മെമ്പർമാരോടാണ്. അത് ഈ വർഷം മെമ്പർഷിപ്പ് എടുത്തവരായാലും ശരി, ഈ കഴിഞ്ഞ 20 വർഷം മെമ്പർഷിപ്പ് എടുത്തവരായാലും ശരി, അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനവും അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് പ്രതിഭാ സാംസ്കാരിക വേദിക്ക് 20 വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഘടന എന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് തന്നെയാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ജീവകാരുണ്യ റിപ്പോർട്ടും
മറ്റുള്ള കൃത്യമായി തന്നെ റിലീഫ് റിപ്പോർട്ടിൽ നമ്മുടെ പ്രിയങ്കരനായ അനിൽ രാമചന്ദ്രൻ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെറും 13 പേരിൽ തുടങ്ങിയതിൽ ഇപ്പോൾ സഖാവ് വേണു മാത്രമാണ് നമ്മോടൊപ്പം ഇവിടെയുള്ളത്. പക്ഷേ ഈ 20 വർഷത്തെ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും സീനിയർ മെമ്പർഷിപ്പ് തുടർച്ചയായിട്ട് 20 വർഷം മെമ്പർഷിപ്പ് ഉള്ളത് നമ്മളുടെ ഭദ്രേട്ടനാണ്. ഭദ്രേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭദ്രേട്ടനാണ് 20 വർഷമായിട്ട് മെമ്പർഷിപ്പ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ സീനിയറായിട്ടുള്ള ഒരു നാട്ടിൽ 1 വർഷവും 2 വർഷമൊക്കെ നിർത്തിപ്പോയി വീണ്ടും തിരിച്ചു വന്നവരാണ്. അപ്പോൾ ഈ പ്രതിഭയുടെ മെമ്പർമാരോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നജ്റാനിലെ പ്രവാസി സമൂഹത്തോടാണ്. നമ്മൾക്ക് ഈ പ്രതിഭാ സാംസ്കാരിക വേദിക്ക് കോടിക്കണക്കിന് റിയാലിൻ്റെ തന്നെ ഒരുപക്ഷെ നമ്മൾക്ക് റിലീഫ് റിപ്പോർട്ടിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അറിയാൻ കഴിയും. അത്രയും പൈസ ഈ 20 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നജ്റാനിലെ മെമ്പർമാർക്ക് മാത്രമല്ല, നജ്റാനിലെ മുഴുവൻ പ്രവാസികൾക്കും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. സംഘടനയുടെ മെമ്പർഷിപ്പുകളെല്ലാം പൂർത്തിയാവുന്നു. ഓരോ വർഷവും നമ്മൾ പൂർത്തിയാവുന്നുണ്ട്. പിന്നെ മറ്റുള്ള വിഷയങ്ങളെല്ലാം എഴുത്തോല പഠന കേന്ദ്രവും സാംസ്കാരിക രംഗത്തും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പെരുന്നാൾ നിലാവിനെ കുറിച്ച് 2 വാക്ക്. വർഷത്തിലൊരിക്കൽ നമ്മൾ പണ്ട് കാലത്ത് പ്രതിഭ നടക്കുന്ന സമയത്ത് ഈ 20 വർഷം മുന്നേ തന്നെ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന നമ്മൾക്ക് മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അതൊക്കെല്ലാം മാറി ഒരുപാട് കൂട്ടായ്മകളും സംഘടനകളും ഇതേപോലെയുള്ള ഇവൻറ്റുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. കാരണം ഒരു ദിവസം ഈ പ്രവാസ ജീവിതത്തിൽ ഉറ്റവരെയും ഉടയവരെയും വിട്ട് നമ്മളിവിടെ ഒരുപാട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും എല്ലാം മറന്ന് ഒരു ദിവസം കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ടും ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട മറ്റ് സംഘടനാ നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിന് എന്നും പ്രോത്സാഹനം തന്നിട്ട് പരസ്യത്തിലൂടെ ആയാലും മറ്റുള്ളതിലായാലും പ്രോത്സാഹനം തന്നിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഓരോന്നിനെയും നമ്മൾക്ക് എടുത്തു പറയേണ്ട പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെയുള്ള ഇവൻറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടുകളിനെല്ലാം ഈ സമൂഹം മൊത്തമായിട്ടാണ് നമ്മൾക്കൊരു വിജയമാക്കി തീർക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ നിലവ് ഗംഭീര വിജയമായിരുന്നു. ഇതുവരെ കാണാത്തൊരു അനുഭവമായിരുന്നു. ഇനിയും അങ്ങനെ ആവട്ടെ. അത് നിങ്ങളുടെ എല്ലാം പൂർണ്ണ സമ്മതം വേണം, പൂർണ്ണ സഹകരണം വേണം, പൂർണ്ണമായിട്ടുള്ള സഹകരണവും വേണം. അത് ഇനിയുള്ള ഈ പ്രതിഭയുടെ മാത്രമല്ല, നജ്റാനിലെ ഏത് സംഭവങ്ങളായാലും ഏത് ഇവൻറ്റുകളായാലും ഏത് ആഘോഷങ്ങളായാലും എല്ലാത്തിനും നജ്റാനിലെ പ്രവാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ആ പരിപാടികൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. ഈ പരിപാടിക്കും അത് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി സമ്മതത്തോടുകൂടി പ്രതിഭ പെരുന്നാൾ നിലാവ് 2024 ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. ഡാൻസുമായി എത്തുന്നു ആൻഡ്രിയ. அந்த கண்ணழகி உனக்கு நான் மினிஸ்ட்ரியில இடம் பாக்குறேன். பேக்ல புஷ். ரைட்ல புஷ். காந்த கண்ணழகு லுக்கு விட்டு கிக்கு ஏத்தும் முத்து பொல்லழகு சொடி சிறவாடி மண்ண பக்கம் சங்கத்தோட லீடர்னா உன்னை பத்த பின்னே அத ரிசைன் பண்ணேன். காதலனும் ட்விட்டரில் ஆள் இல்லாம காத்திருந்தேன். உன்னை ஃபாலோ பண்ணதால ட்ரெண்டிங் ஆனேன். சிங்கிள் இப்போ 6 ஆனேன்.
அழகு சொடி சிறவாடி sexy girls. வெண்ணிலவில் லேண்டு வாங்கி மச்சு வீடு கட்டிக்கிட்டு இன்டர்நெட் இல்லாமலே வாழலாமா பத்து புள்ள பெத்துக்கிட்டு தமிழ் மட்டும் சொல்லி தந்த தினம் தினம் கதை சொல்ல கேட்கலாமா ஜில்லு ஜில்லு ஜிகிரு தண்டா கிட்ட வாடி உன்னை அப்படியே சாப்பிடுவேன் கெத்தா தாண்டி டப்பர கும்முர டப்பர கும்முர டப்பர கும்முர டப்பர கும்மர 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 கும்மாரா கும்மர டப்பர கும்மர டப்பர கும்மர டப்பர கும்மர டப்பர கும்மர 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 கும்மாரா காந்த கண்ணழகு லுக்கு விட்டு கிக்கு ஏத்து முத்த பழகா முத்த உன்னை தாடா உன்னை பத்த மண்ண பக்கம் சங்கத்தோட லீடர்னா உன்னை பத்த பின்னே அதை ரிசைன் பண்ணேனே காதலினும் ட்விட்டரில் ஆள் இல்லாம காத்திருந்தேன் உன்னை ஃபாலோ பண்ணதால ட்ரெண்டிங் ஆனது சிங்கிள் இப்போ சிக்ஸர் ஆனேனே கும்முரு டப்புரு கும்முரு டப்புரு கும்முரு டப்புரு கும்முரு டப்புரு கும்மரு 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 கும்மாரா கும்முர டப்புரு கும்முர டப்புரு கும்முர டப்புரு கும்முர டப்புரு கும்மர 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 கும்மாரா கும்மர டப்புரு கும்முர டப்புரு கும்முர டப்புரு கும்முர டப்புரா ஏண்டி காந்த கண்ணழகி കുഞ്ഞാണി. അടുത്തതായി ഗ്രൂപ്പ് ഡാൻസുമായി എത്തുന്നു ആദ്യ ചിത്രു ഇസ ട്രിസ ബിബിൻ. சிங்கிள்
സിക്സർ ആണ് ഗുമ്മുരുട്ടപ്പുറു 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 ഗുമ്മര 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 കുമരട്ടപ്പുറ 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 കുമര 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 കുമാര റിലീഫ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന സഖാവ് അനിൽ രാമചന്ദ്രനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കരയുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കുവാനും ഒപ്പം നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ മുഖത്ത് ഒരു ചിരി വിടർത്തുവാനും വിശക്കുന്നവന് ഒരു പൊതിച്ചോറ് കൊടുക്കുവാനും കഴിഞ്ഞാൽ അതാണ് ഇന്നിന്റെ ഏറ്റവും മഹത്തായ കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഭാ സാംസ്കാരിക വേദി രൂപീകരിച്ച ജീവകാരുണ്യ വിഭാഗത്തിന്റെ അമരക്കാരനായി ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുന്ന സഖാവ് അനിൽ രാമചന്ദ്രന് സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. ഏവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരട്ടെ. ഈദ് മുബാറക്. പ്രതിഭാ സാംസ്കാരിക വേദി എന്ന നജറാനിലെ സംഘടന എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷക്കാലം നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു എന്ന ആത്മനിർവൃതിയുണ്ട്. വളരെ വലിച്ചു നീട്ടാതെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കും. ഇക്കാലയളവിൽ പ്രതിഭ അംഗമായിരിക്കെ ഇവിടെയും നാട്ടിലും വെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ 62 സഹോദരങ്ങളുടെ കുടുംബത്തിന് കൈത്താങ്ങായി കുടുംബ സഹായ ഫണ്ട് ഇനത്തിൽ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് 93 ലക്ഷം രൂപ ഇതുവരെ നൽകുവാൻ കഴിഞ്ഞു. സംഘടനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കി തുടങ്ങിയ മരണപ്പെട്ട അംഗങ്ങളുടെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2015 മുതൽ 2024 അധ്യയന വർഷങ്ങളിലായി 121 വിദ്യാർത്ഥിനികൾക്ക് 10,000 രൂപ വെച്ചിട്ട് 12,10,000 രൂപ നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അസുഖങ്ങളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാതെ വന്ന് നാട്ടിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടി യാത്രാ സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, ശസ്ത്രക്രിയ പോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം നൽകുവാനും തൊഴിൽ നഷ്ടം മൂലം ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും, അതായത് കൊറോണയുടെ സമയത്ത് അടക്കം മറ്റ് നിരവധി സഹായങ്ങളും നൽകുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപകടങ്ങളാലും അസുഖങ്ങൾ മൂലവും ആത്മഹത്യ മൂലവും നജറാനിൽ മരണപ്പെട്ട ഏകദേശം 117 പരം മൃതദേഹങ്ങൾ അതാത് കുടുംബങ്ങളിൽ എത്തിക്കുവാനും നിയമ നടപടികൾ പൂർത്തീകരിച്ച് ചില കുടുംബങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടെ തന്നെ അടക്കം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. 2024 ആദ്യം തന്നെ 3 കുടുംബങ്ങൾക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ 2023 നമ്മളെ വിട്ടുപിരിഞ്ഞ സംഘടനയുടെ അംഗങ്ങളുടെ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബസഹായ ഫണ്ട് 3 കുടുംബങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖാലദിയ യൂണിറ്റ് അംഗം ആയിരുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മോഹനൻ്റെ കുടുംബത്തിന് കോങ്ങാട് MLA സഖാവ് അഡ്വക്കേറ്റ് ശാന്തകുമാരി ഫണ്ട് കൈമാറി. ഖാലദിയ യൂണിറ്റ് അംഗവും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ മെമ്പറുമായിരുന്ന മംഗലാപുരം സ്വദേശി അബ്ദുൽ ഗഫൂറിൻ്റെ കുടുംബത്തിന് CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ജയാനന്ദൻ മംഗലാപുരത്തുള്ള വസതിയിൽ വെച്ച് കൈമാറി. തസ്ലാൽ യൂണിറ്റ് അംഗമായിരുന്ന തൃശ്ശൂർ പഴയന്നൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ കുടുംബത്തിന് CPM ചേലക്കര ഏരിയ സെക്രട്ടറി സഖാവ് K നന്ദകുമാർ അലിയുടെ വസതിയിൽ വെച്ച് കൈമാറി. മരണപ്പെട്ട അംഗങ്ങളുടെ കുട്ടികൾക്ക് വർഷം തോറും കൊടുത്തുവരുന്ന വിദ്യാഭ്യാസ സഹായ ഫണ്ട് 7 കുട്ടികൾക്ക് 10,000 രൂപ വീതവും കൈമാറി. ഖാലദിയ യൂണിറ്റ് അംഗമായി മരണപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മോഹൻ്റെ 2 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായ ഫണ്ട് കോങ്ങാട് MLA സഖാവ് അഡ്വക്കേറ്റ് ശാന്തകുമാരി കൈമാറി.
യദുമ യൂണിറ്റ് അംഗമായിരിക്കും മരണപ്പെട്ട കായംകുളം സ്വദേശി സക്കീർ ഹുസൈൻ്റെ മകന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഡ്വക്കേറ്റ് KH ബാബുരാജൻ കൈമാറി. ദഹദ യൂണിറ്റ് അംഗമായിരിക്കെ മരണപ്പെട്ട ചെന്നിത്തല സ്വദേശി അശോകൻ്റെ മകന് CPM കായംകുളം ഏരിയ സെക്രട്ടറി സഖാവ് P അരവിന്ദാക്ഷൻ കൈമാറി. ബലത് യൂണിറ്റ് അംഗം ആയിരിക്കെ മരണപ്പെട്ട വർക്കല സ്വദേശി വിനോദ് ദാമോദരൻ്റെ മകന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് N രതീന്ദ്രൻ ധനസഹായം കൈമാറി. സനയ യൂണിറ്റ് അംഗമായിരിക്കെ മരണപ്പെട്ട തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി വിനോദ് രാജിൻ്റെ 2 മക്കൾക്ക് ഫണ്ട് കൈമാറി. ചടങ്ങുകളിൽ പ്രതിഭാ സാംസ്കാരിക വേദി രക്ഷാധികാരി സമിതി അംഗവും ജീവകാരുണ്യ വിഭാഗം കൺവീനറുമായ അനിൽ രാമേന്ദ്രൻ, രക്ഷാധികാരി സമിതി അംഗം വിനോദ്, ജീവകാരുണ്യ വിഭാഗം ജോയിൻറ്റ് കൺവീനർ ഷൈജു ചൊഴിക്കാടൻ, കേന്ദ്ര കമ്മിറ്റി അംഗം മനോഹരൻ, പ്രതിഭാ സാംസ്കാരിക വേദി അംഗങ്ങൾ, മുൻ പ്രവർത്തകർ എന്നിവർ നാട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. തുടർ ചികിത്സയ്ക്കായുള്ള യാത്രാ സഹായം തെസ്ലാൽ യൂണിറ്റ് അംഗം ഷാജു, ഖാലിദിയ യൂണിറ്റ് അംഗം പ്രസാദ്, ബലദ യൂണിറ്റ് അംഗം ഹരിദാസ്, അയൽഫാദ് യൂണിറ്റ് അംഗം ബഷീർ, ദഹദ യൂണിറ്റ് അംഗം റിയാസ്, സന യൂണിറ്റ് അംഗം പ്രസാദ്. ചികിത്സാ സഹായ ഫണ്ടുകൾ ഖാലിദിയ യൂണിറ്റ് അംഗം ബിനു കാവനാട്, യദുമ കോർഡിനേഷൻ അംഗം മണിമാരൻ, താർ യൂണിറ്റ് അംഗം സുരേഷ്, കേന്ദ്ര കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് സുമാരൻ. മറ്റ് സഹായങ്ങൾ ഇഖാമ കാലാവധി കഴിഞ്ഞവർക്ക് ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് പോകാനുള്ള സഹായങ്ങൾ, ജയിൽ, ഡിപ്പോർട്ടേഷൻ സെൻറ്റർ എന്നിവർക്ക് എമർജൻസി പാസ്പോർട്ടുകൾ എടുത്ത് നാട്ടിലേക്ക് യാത്ര അയക്കാനുള്ള സഹായം, മറ്റ് പല വിധത്തിലുള്ള നിയമസഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പങ്കാളികളാകാൻ നമ്മളുടെ വാളണ്ടിയേഴ്സിൻ്റെ കയ്യിൽ കൂപ്പണുണ്ട്, നറുക്കെടുപ്പ് കൂപ്പണുകൾ. ഓരോരുത്തരും ഓരോന്നെങ്കിലും എടുത്തിട്ട് അതിനകത്ത് പങ്കാളികളാകാൻ വേണ്ടി ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ. പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തമിഴ് മണ്ഡലം എന്ന സംഘടനയിൽ നിന്ന് ഒരാൾ എത്തിയിട്ടുണ്ട്. അങ്ങേക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഉപഹാരം തമിഴ് മണ്ഡലം സംഘടനയിൽ നിന്നും അവരുടെ വക നൽകുന്നതാണ്. നസ്രാനിലെ സാമൂഹിക പ്രവർത്തന രംഗത്തിലെ പ്രവൃത്തി പരിചയത്തിന്റെ തമിഴ് മന്ത്രം സഖാവ് അനിൽ രാമചന്ദ്രനെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടുക്കാൻ ഒരു നിറഞ്ഞ കൈയടി. ഈ ഉപഹാരം നൽകി തമിഴ് മണ്ഡലത്തിന് നന്ദി അറിയിക്കുന്നു. കണ്ടാൽ കരള
പോലെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൻ 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 പൂനകന്റെ നീടനെഞ്ചിനകം കെട്ടി പിടിച്ചൊരു എന്റെ കിടക്കുന്ന കരളിൽ മുഹബത്തിൻ മധുരത്തിൽ ഒലിപ്പിച്ച കാത്തിരിപ്പോരു വഴി തേടി കടക്കണ്ണിൻ 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 പൂനകൊണ്ടൻ നെഞ്ചിനകം കെട്ടി പിടിച്ചൊരു പിന്നാലെ എന്നെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാൽ എന്നെ കുടുക്കിയ പൂമോടെ കടക്കണ്ണിൻ പൂനകൊണ്ടൻ നെഞ്ചിനകം കെട്ടി പിടിച്ചൊരു പിന്നാലെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാൽ എന്നെ കുടുക്കിയ പൂമോടെ. Thank you.